Hello friends, welcome to 𝙑𝙑𝙬𝙬 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂണിക്കാർഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ യൂണിക്കാർഡ് അപ്ലൈ ചെയ്തതിൻ്റെയും കാര്യങ്ങളുടെ നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നത് കാണാത്തവരെ പോയി കാണും. അപ്പോൾ അതിൻ്റെ നമ്മൾ കാർഡ് ഓൾറെഡി അവർ ഷിപ്പായിട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഓൾമോസ്റ്റ് ഒരു 5 days നമുക്ക് എടുത്തു കേട്ടോ. ഡെലിവറി കൊറിയർ വഴി നമുക്ക് വന്നത് പെട്ടെന്ന് തന്നെ കിട്ടി. ഇതിൻ്റെ ഒരു ബോക്സ് പക്ഷേ ഞാൻ കിട്ടിയ സമയത്ത് ഞാൻ വിചാരിച്ചത് ഫോണാണെന്നാണ് വിചാരിച്ചത്. ശരിക്കും ഫോണിൻ്റെ ബോക്സ് പോലെയാണ് കേട്ടോ. ഇത് നമുക്ക് പക്ഷേ എന്തോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തൊക്കെയോ ചോക്ലേറ്റ്സ് അതെന്തോ കുറച്ചൊക്കെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ചിട്ടുണ്ട്. പണ്ട് കൊടുക്കണതിന് എന്തോ വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു. പക്ഷേ നമുക്കറിയില്ല. ഞാൻ എന്തായാലും അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ നമുക്ക് എന്തായാലും ബോക്സ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ബോക്സ് വന്നിരിക്കുന്നത്. ഒരു യൂണിന്ന് വെച്ചിട്ട് ഒരു 3 സർക്കിളായിട്ടൊരു ശരിക്കും ഒരു നമ്മുടെ പുതിയ നമ്മുടെ ഐഫോണിൻ്റെ ഒക്കെ ബോക്സ് ഇല്ലേ ചെറുത്, അതേ സൈസിൽ തന്നെ ഒരു ബോക്സാണ് കേട്ടോ. ശരിക്കും നമുക്കിത് പാക്കേജ് ആയിട്ട് ഇങ്ങനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും വിചാരിക്കുക നമുക്ക് ഒരു ഫോൺ വന്നെന്നാണ് വിചാരിക്കുക. അപ്പോൾ നമുക്കിത് അൺബോക്സിങ് ചെയ്യാം. അതുപോലെ നമുക്ക് കാർഡ് ആക്ടിവേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് നോക്കുക. അതുപോലെ നമ്മുടെ ആമസോണിൻ്റെ സ്റ്റോർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ URL ഇവിടെ കൊടുക്കാം, താഴെയും കൊടുക്കാം, ഒന്ന് ചെക്കൗട്ട് നോക്കുക. നമ്മുടെ എന്താ പറയുക നമ്മൾ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സും അതുപോലെ ടോപ്പ് 5 കാറ്റഗറിയിൽ തന്നെ അതിൻ്റെ ഈസിയായിട്ട് നമുക്കൊരു ഹോം പേജ് പോലെ നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ ചെക്കൗട്ട് നോക്കുക. നമുക്ക് ഈസിയായിട്ട് വാങ്ങിക്കാനും പറ്റും. നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ നമ്മുടെ ബോക്സിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ചെറിയ ബോക്സ് ആവുന്നൊക്കെ കേട്ടോ. ശരിക്കും നമ്മളൊരു മൊബൈലിൻ്റെ ഒരു ബോക്സ് പോലത്തെ ഒരു ബോക്സാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫോൺ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ നമുക്ക് കാർഡ് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ യൂണിയനായിട്ട് ഇവിടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഒരു മൾട്ടി കളർ 3 കളറായിട്ടുള്ള ഒരു റൗണ്ട്സിലാണ് കൊടുത്തിങ്ങനെ. അൺലൈക്ക് അതർ കാർഡ്സ് അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് സെയിം തന്നെയാണ്. ബാക്ക് സൈഡിലായിട്ട് ഡിസൈൻഡ് ഇൻ ഇന്ത്യ എന്നതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ അൺബോക്സിങ് ചെയ്യുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു കാർഡ് വരുന്നുണ്ട്. ഒരു വെൽക്കം കാർഡാണെന്നുണ്ട്. സേ ഹലോ ടു യുവർ യൂണിക്കാർഡിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഒരു പേപ്പർ. പിന്നെ ഡീറ്റെയിൽസിന് ഫ്ലിപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് വെരി എക്സൈറ്റഡ് ടു സീ യു ഹിയർ. We hope you like the card and small surprise in the box. Please open the Uni app and set up your card pin for other offline transaction. And just in case you need any help, ഒരു നമ്പറും അതുപോലെ ഒരു കസ്റ്റമർ കെയർ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ അസോസിയേഷൻ വിത്ത് SBM Bank India, a new age technology driven bank with an innovative suite of solution delivered through states of art of digital platform. പിന്നെ അവരുടെ കസ്റ്റമർ കെയർ @sbmbank.co.in കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇവരെ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത് SBM Bank ആണ്. അപ്പോൾ നമുക്ക് തന്നെ ഒരു ഫസ്റ്റ് തന്നെ നമ്മുടെ കാർഡ് മുകളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കാർഡിൻ്റെ ഇങ്ങനത്തെ ഒരു സംഭവത്തിലാണ് വരുന്നത്. എൻ്റെ പേര് താഴെ വന്നിട്ടുണ്ട്. NFC സപ്പോർട്ടുള്ളതാണ്. യൂണിയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിസ പ്ലാറ്റിനം കാർഡാണ്. ഇത് ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡിലാണ് ചെയ്യുന്നത്. അതിൽ നമുക്കൊന്നുമില്ല. താഴെയായിട്ട് നമുക്കൊരു ബാഗ് ടാഗ് കൊടുത്തിട്ടുണ്ട്. ഒരു എന്താ സംഭവം നമുക്ക് നോക്കി നോക്കാം. എൻ്റെ പേര് എഴുതിയിട്ടൊരു ടാഗ്. നമുക്ക് ഈ ബാഗുമ്മയൊക്കെ ടാഗ് ചെയ്യാനുള്ളതേ നമുക്ക് വേണമെങ്കിൽ കീച്ചെയിനായിട്ട് വേണമെങ്കിൽ തൽക്കാലമൊക്കെ ഉപയോഗിക്കാം. കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. ഫ്രീ ആയിട്ട് തരുന്നത് നല്ലതാണ്. വേറെ ഒരു ചെറിയ ടാഗ് തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ നമുക്കൊരു ടോബോർഗിൻ്റെ ഒരു എന്താണ് ടോബോറല്ല ടോബ്ലറോൺ, എൻ്റെ പേരെന്തായിരുന്നു ടോബ്ലറോൺ അങ്ങനെയും പറയാം. നമ്മുടെ ഒരു ഫോറിൻ നമ്മുടെ സ്വിറ്റ്സർലാൻഡിലത്തെ ഇതാണല്ലോ, എന്താ പറയുക, ഒരു ചോക്ലേറ്റ് ആണ് ഇത്. പക്ഷേ ആകെ ഡ്രൈ ആയിട്ടാണ്. ശരിക്കും ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു പിരമിഡ് ഷേപ്പാണ്. ഇത് ചൂടെടുത്തിട്ടാകെ ഇതിപ്പോൾ ജ്യൂസ് പോലെ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്രിഡ്ജിൽ വയ്ക്കണം. പിന്നെ നമുക്ക് ഇതെന്താ, അത് യൂണിയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള നമ്മുടെ നമ്മുടെ എന്താ പറയുക മാസ്കാണ് കേട്ടോ. ഞാൻ മാസ്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ നൈഫ് ഒന്ന് എടുക്കാം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനത്തെ മാസ്കാണ് നമുക്ക് നോക്കി നോക്കാം. അത് ക്ലോത്ത് മാസ്കാണ്. അത് ക്ലോത്ത് മാസ്കാണ് കേട്ടോ. കുഴപ്പമില്ല, എന്നാലും നല്ല അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഫ്രണ്ടിൽ നമുക്കൊരു മൈക്രോ ഫൈബർ പോലത്തെ ഒരു ലെയർ വന്നിട്ടുണ്ട്. യൂണിയുടെ ബ്രാൻഡിൽ നിങ്ങൾക്ക് താഴെ കാണാം. എന്തായാലും കുഴപ്പമില്ലാത്തൊരു സംഭവം തന്നെയാണ്. നമുക്കിങ്ങനെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ തരുന്നത് ഒരു നല്ല പരിപാടി തന്നെയാണ് എന്താ വെച്ചാൽ എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്ക് മെയിൻ ആവശ്യമുള്ളൊരു സംഭവമുള്ളൂ. അപ്പോൾ എക്സ്ട്രാ കാശ് കൊടുത്ത് വാങ്ങിക്കണ്ട. അപ്പോൾ നമുക്ക് ഈ ആവശ്യമില്ലാത്തൊക്കെ ബോക്സിൽ എടുത്ത് വയ്ക്കാം. കാർഡ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കാർഡ് നമുക്ക് എടുക്കാം. ഇത് മെറ്റൽ കാർഡൊന്നും അല്ല കേട്ടോ, സാധാ കാർഡാണ്. ബോക്സിങ് പാക്കേജിങ് ഒക്കെ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാൽ അവർക്ക് അത്യാവശ്യം നല്ല പണിയെടുത്തിട്ടുണ്ട് നമ്മുടെ ബോക്സിങ് കുറച്ച് അട്രാക്ഷൻ ആക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ്. ഇതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ്. നമ്മുടെ കാർഡിൻ്റെ നമ്പറൊക്കെ ബാക്ക് സൈഡിലായിരിക്കും. അപ്പോൾ ഞാൻ ബാക്ക് സൈഡ് ഞാൻ കാണിക്കുന്നില്ല, ഞാൻ കാർഡ് നമ്പറും പൊത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ സ്മാർട്ട് ബാങ്കിങ് ബൈ SBM ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവിടെ കസ്റ്റമർ കെയർ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് താഴെ.
അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ്. ഇനി നമുക്ക് നമ്മുടെ ആപ്പിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോണിൽ നമുക്ക് നമ്മുടെ ആപ്പ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആപ്പ് നോക്കിയിട്ട് നമുക്ക് ഇനി നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കണം. അപ്പോൾ യൂണിറ്റ് ആപ്പ് ഒന്നുകൂടി ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഹോം പേജ് വന്നു. നിങ്ങൾക്ക് ഒരു കണ്ടായിരിക്കും. ഞാൻ ഓൾറെഡി ഇപ്പോൾ നമ്മുടെ 3491 ഉപയോഗിച്ചിട്ടുണ്ട്. ടോട്ടൽ വന്നേക്കുന്നത് എനിക്ക് എൻ്റെ 1/2 കാർഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 മാസം സ്പ്ലിറ്റായിട്ട് വരിക. അപ്പോൾ നമുക്ക് ടോട്ടൽ പേ ചെയ്യുന്നത് 6999 ആണ്. അതിൽ നമുക്ക് വന്നെങ്കിൽ ഇത് ഫുൾ അടയ്ക്കാം, അല്ലെങ്കിൽ നമുക്കിത് ഒരു EMI ചാർജ് EMI ഒന്നും ആക്കാണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ അടയ്ക്കാം കേട്ടോ. അതാണ് ഈ കാർഡിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിൻ്റെ ഓൾ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ഇവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണണ്ടായിരിക്കും. ഉണ്ടോ റീഫണ്ട്. ഇപ്പോൾ ഞാനൊരു സംഭവം റിട്ടേൺ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് റീഫണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റീഫണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കൂടെ കാണിക്കുന്നുണ്ട്. പെയിൻ ഫുൾ ആണെങ്കിൽ നമുക്ക് 34 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. ശരിക്കും ഈ എമൗണ്ട് വരുന്നത് 2852 രൂപയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മാസം അടയ്ക്കേണ്ടത് 1426 രൂപയാണ്. അപ്പോൾ ഇത് നമ്മൾ ഫുൾ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്യാഷ് ബാക്ക് കൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടും കേട്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സിബിൽ സ്കോറിന് അഫക്റ്റ് ചെയ്യാണ്ടോ അല്ലെങ്കിൽ EMI ആക്കാണ്ടോ അല്ലെങ്കിൽ ഇതല്ലാണ്ട് നമുക്ക് 2 പ്രാവശ്യമായിട്ട് അടിക്കാം, അല്ലെങ്കിൽ 1/3 കാർഡുള്ളവർക്ക് 3 പ്രാവശ്യമായിട്ട് അടിക്കാം. അതാണ് പ്രത്യേകത. നമുക്ക് ഓഫ് പോയി ഒന്നുകൂടി നമുക്ക് കയറാം. അപ്പോൾ പിന്നെ നമുക്കിവിടെ അവിടെ യുവർ കാർഡ് ഈസ് ഹിയർ സെറ്റപ്പ് എ പിൻ നൗ ടു യൂസ് യുവർ ഫിസിക്കൽ കാർഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിൻ സെറ്റ് ചെയ്യാനുള്ളത് കൊടുക്കാം. ഞാൻ കാർഡ് ലോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഞാൻ അൺലോക്ക് ചെയ്തു. ഇനി നമുക്ക് ക്രിയേറ്റ് എ 4 ഡിജിറ്റ് പിൻ ഫോർ യുവർ ഫിസിക്കൽ കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്ന് കൊടുത്തിട്ട് തിരിച്ചു വരാം. ഞാൻ പിന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ പിന്ന് കൊടുത്തുവിട്ടു. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു. കാർഡിൻ്റെ ഒരു പടം വന്നിട്ട് പിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മെസ്സേജും വന്നു. അവിടെ യു ഹാവ് ചേഞ്ച് ദ പിൻ ഓഫ് ദ കാർഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനേബിൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് എനേബിൾ ചെയ്യാം. പിന്നെ എനേബിൾ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓൺ ചെയ്യാം. അപ്പോൾ അതിൻ്റെയൊക്കെ മെസ്സേജ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ യു ഹാവ് ഓൾ സെറ്റ്, വി ഹോപ്പ് യു ഹാവ് എ ഗ്രേറ്റ് ടൈം വിത്ത് അസ്. അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എക്സ്പ്ലോർ യൂണിയൻ്റെ ആ സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കാർഡിൻ്റെ ആ ഏരിയയൊക്കെ പോയി. പണ്ട് നേരത്തെ വന്ന പോലത്തെ കാർഡിൻ്റെ വന്ന ഏരിയാസൊക്കെ പോയിട്ട് ഇപ്പോൾ ഇനി ബാക്കി കഴിഞ്ഞത് നമ്മുടെ അതിൻ്റെ ഓഫേഴ്സും അതുപോലെ കൺഗ്രാജുലേഷൻ ഓൺ അൺലോക്കിംഗ് ദ പവർ ഓഫ് പേ ബൈ 1/2, അതുപോലെ ഫ്യൂൽ ചാർജ് അപ് ടു 100 rupees പെർ ബില്ലിംഗ് സൈക്കിളൊക്കെയാണ്. പിന്നെ കാർഡ് സെക്ഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് നമ്പറും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ കാണാം. ഞാൻ ചെറുതായിട്ട് ബ്ലർ ചെയ്യും. നമുക്ക് അതിൻ്റെ ബിൽ സെക്ഷൻ വന്നിരിക്കുന്നത് 11th of every month ആണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ബില്ലിൻ്റെ ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ബിൽ ജനറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 9 days വരെ നമുക്ക് ഡ്യൂ ഡേറ്റ് കിട്ടുന്നുണ്ട്. അതായത് നോക്കുമ്പോൾ നമുക്ക് നോർമൽ ഫോസ്റ്റ് പേ കാർഡിനായിട്ടും കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പുറത്ത് നമുക്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഫുള്ള് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ലാസ്റ്റ് മെനുവായിട്ട് നമുക്ക് റിവാർഡ് പോയിൻറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. 1.2% ഓഫ് ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടും ഫുള്ളായിട്ട് അടച്ചാണെങ്കിൽ. ബാർഡായിട്ട് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടില്ല. പിന്നെ നമുക്ക് ഇതിൽ കുറേ ഫീച്ചേഴ്സ് ആഡായി വരുന്നുണ്ട്. യൂണിക് കോയിൻസ് ആയിട്ട് സംഭവം ഒരു റിവാർഡ് പോയിൻറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ യൂണിക് സ്റ്റോർ വരുന്നുണ്ട്. അങ്ങനത്തെ കുറച്ചും കൂടെ ആഡായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കാർഡിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ കാർഡിൻ്റെ പിൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും എനിക്ക് കാർഡിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ വെള്ള കളറാണ്. വെള്ള കളറിലും അതിൽ ചെറിയൊരു ലൈറ്റ് കളറും ഒരു ലൈനും വരെയൊക്കെ ആയിട്ടുള്ള പിന്നെ നമ്മുടെ പേര് ചെയ്യുന്നത് ബ്ലാക്കിലാണ്. അവരുടെ ബ്രാൻഡിങ് ബ്ലാക്കിലാണ്. എന്തായാലും കൊള്ളാം. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും നമ്മുടെ ഒരു റെഫറൽ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. താല്പര്യമുള്ള ഡയറക്റ്റ് പോയിട്ട് വേണമെങ്കിൽ എടുത്ത് നോക്കട്ടെ. നമ്മുടെ റെഫറൽ ലിങ്ക് കൂടെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അത് ഇതിന് മാത്രമല്ല, ആരുടെ റെഫറൽ ലിങ്ക് കിട്ടിയാലും നിങ്ങൾക്ക് ആദ്യം ഇത് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് റെഫറൽ ലിങ്ക് അല്ലെങ്കിൽ ഇത് കിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഇടാം. താല്പര്യമുള്ളവർക്ക് ഒന്ന് വെച്ചാൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനും ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. അപ്പോൾ ഫ്രണ്ട്സിലേക്ക് നമ്മളേക്കൊന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.